പക്ഷേ അതൊന്നും ആക്രമണം നോക്കൂ. ഒരു രാജ്യത്തിന്റെ പരമോന്നത പരമാധികാരി അതാണ് നമ്മുടെ ആയത്തുള്ളവരെ അദ്ദേഹത്തെ കുടുംബസമേതമാണ് പറയുന്നത്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചേർന്നത് അങ്ങേയറ്റം അപരസ്യമായ കാര്യമാണ്. ലോക പൊതുജനാഭിപ്രായം അമേരിക്ക അനുകൂലമായിട്ടുണ്ടോ? ഈ ആക്രമണത്തിന്റെ അവസ്ഥ പരിശോധിച്ച് നോക്കൂ. നേരത്തെ ഇറാഖിനെതിരെയും സദാഫിനെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയുടെ കൂടെ ഏതാനും രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. നേറ്റവും കൂടെയുണ്ടായിരുന്നു. ഇപ്പാരാളുള്ളത് ഏതെങ്കിലും പ്രധാനപ്പെട്ട സഖ്യരാഷ്ട്രങ്ങൾ അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. നേറ്റവും പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കൂടെയുണ്ടോ? വിവിധ രാഷ്ട്രങ്ങൾ ശക്തമായ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞില്ലേ? അമേരിക്കയിൽ തന്നെ ശക്തമായ പൊതുജനാഭിപ്രായം ഇതിനെതിരെ ഉയർന്നു വരികയില്ലേ? ഇതൊന്നും ലോകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്ന നിലയാണല്ലോ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചു വരുന്നത്. കൊല ചെയ്യപ്പെട്ടു. അന്തരാവകാശിയായി ആര് വന്നാലും അദ്ദേഹത്തെയും കൊലപ്പെടുത്തും എന്ന് പറയുന്ന ഇസ്രയേലിനെ നാം കാണുന്നത്. ഇസ്രയേലിന് എങ്ങനെയാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? എന്ത് ചെയ്താലും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന് ഇസ്രയേൽ ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ലോക പൊതുജനാഭിപ്രായം തള്ളിക്കൊണ്ട നിലപാട് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭാ വേദിയിൽ വെച്ച് ഇസ്രയേലിനെ വിമർശിക്കാൻ തയ്യാറായില്ലേ? നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോ ലോകത്തിന്റെ സമാധാനം തകർത്ത നിലപാടാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ബോധപൂർവ്വം സൃഷ്ടിക്കുന്നത്. അവരുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് ഇസ്രയേലിനെ ഈ രീതിയിൽ ഇടപെടാൻ കഴിയുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത്? അമേരിക്കക്ക് അവരുടെ താല്പര്യമാണ് പ്രധാനം. അതിനൊരു ഭാഗം ലോകത്തിലെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾ ആദ്യം ഉത്പാദിപ്പിക്കുന്ന എണ്ണയുടെ പകുതിയിൽ കൂടുതൽ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാഷ്ട്രം വെനിസ്വേലയാണ്. വെനിസ്വേലയിലോ ഇപ്പോഴത്തെ കാലത്ത് നടന്നു. എന്താണ് അവിടെ കിടപ്പറ ചവിട്ടിപ്പൊളിച്ച് പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കി. എന്ത് ന്യായമാണല്ലോ? ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കാൻ പാടുള്ളതാണ്. എത്ര വലിയ ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റം
സങ്കോചവും വിചാരിച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും എന്നാൽ അത് പച്ചയായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയും ട്രംപ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണല്ലോ. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഭരണാധികാരി പെരുമാറാൻ കഴിയുന്നത്? ഒരു രാഷ്ട്രത്തിന്റെ അതും അമേരിക്കയെ പോലെ രാഷ്ട്രത്തിന്റെ എത്ര നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി ഇടപെടുകയാണ്. ഒരു രാഷ്ട്രമര്യാദയും പാലിക്കാൻ തരത്തിലെ കാണിക്കുന്നത്. ആകെ കാര്യം കാരണം ആ എണ്ണ രക്ഷപ്പെടുന്നതാണ് ഞങ്ങളുടെ നേതൃത്വം കൊണ്ടുവരുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന വെനിസ്വലയുടെ എണ്ണയിൽ കണ്ടുവരുന്നതാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ രാഷ്ട്രം സൗദി അറേബ്യ. അത് മറ്റു പ്രശ്നങ്ങളില്ല. എണ്ണ ഉത്പാദിപ്പിക്കുന്നതിൽ മൂന്നാമത്തെ രാഷ്ട്രമായി നിൽക്കുന്നത് ഇറാനാണ്. ഇറാൻ അമേരിക്കയുടെ ചെറുപ്പിടിക്ക് നിൽക്കാൻ തയ്യാറല്ല. അമേരിക്കന്റെ വിധേയനായി നിൽക്കാൻ അവിടെ തയ്യാറാകുന്നില്ല. അപ്പോ ഇറാനെ അസ്ഥിരപ്പെടുത്തുക അവർ എണ്ണയിൽ കണ്ണുനടക്കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് എന്നത് നാം കാണേണ്ടത്. ഇവിടെ നാം ആലോചിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രം സ്വീകരിക്കുന്ന നിലപാട്, നമ്മുടെ രാഷ്ട്രം വലിയ തോതിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ച രാഷ്ട്രമാണ്. പഴയ കാലത്ത് അമേരിക്ക ഇറാന്റെ കാര്യത്തിൽ പറയുന്ന ചില വിദഗ്ധ വാദങ്ങൾ, അതിലൊന്ന് ഇറാനിൽ ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഇല്ല എന്നാണ്. എന്തൊരു ന്യായമാണ്! ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഉള്ള സ്ഥലത്ത് അവിടുത്തെ ജനാധിപത്യ രീതിയെ മാറ്റി മതമൗലികവാദികൾക്ക് അവസരമുണ്ടാക്കി കൊടുത്ത രാഷ്ട്രമാണ് അമേരിക്ക. ഇപ്പോ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഒട്ടനേകം രാഷ്ട്രങ്ങളുണ്ടല്ലോ. ആ രാഷ്ട്രങ്ങളെല്ലാം ജനാധിപത്യ വ്യവസ്ഥയാണ് ഒരാളുള്ളത്. അവിടെയൊക്കെയാകാം. കാരണം അത് തങ്ങളുടെ കൂടിയാണ്. ഇവിടെ പറ്റില്ല. പിന്നെ ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം വളരെ പ്രധാനം തന്നെയാണ്. പക്ഷേ നാം പറയുന്ന രീതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാത്ത എത്രയോ രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ ഒക്കെ ചങ്ങാതിമാരല്ലേ. അവർക്ക് തന്നെ മാറാം എന്നുള്ളത് അവർ തങ്ങളുടെ കൂടെയാണ്. സ്ത്രീകൾക്ക് പറ്റില്ല. അപ്പോ അതൊന്നുമല്ല പ്രശ്നം. അവരുടെ സ്വന്തം താല്പര്യം വെച്ച് എണ്ണ ആവശ്യപ്പെടുത്തുക. ലോകത്താദ്യം ഉത്പാദിപ്പിക്കുന്നതിൽ പകുതിയിലധികം എണ്ണയുടെ നിയന്ത്രണ തലത്തിൽ തങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ചിന്തയോടെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരം കളികൾ കളിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പാരമ്പര്യം ബ്രിട്ടീഷുകാർക്കെതിരെ കൊല